ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ്. ഓപ്പറൻ്റ് കണ്ടീഷനിങ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബിഹേവിയർ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോയുടെ സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് എന്ന് പറയുന്ന ബുക്കിനകത്ത് രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിനകത്താണ്. ഇതിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി ഇപ്പോൾ ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് മനസ്സിലാകണമെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ ടേംസുകൾ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ ഒരു കീ ടേംസുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടും. അതിന് ശേഷമാണ് നമ്മൾ ഓപ്പറൻ്റ് കണ്ടീഷനിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുന്നത്. അതിന് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ, ടെക്നിക്കുകൾ, ഇതെവിടെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിലേക്ക് പോകാം. ഓപ്പറൻ്റ് കണ്ടീഷനിങ് കണ്ടുപിടിച്ചത് നമുക്കറിയാം സ്കിന്നറാണ്. അതുപോലെ തന്നെ ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ് പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, നമ്മുടെ ഒരു ബിഹേവിയറിൻ്റെ റിസൾട്ട് എന്താണോ ആ റിസൾട്ട്, ആ ഒരു സംഗതിയായിരിക്കും ആ ബിഹേവിയർ മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ആ ബിഹേവിയർ അവിടെ കൊണ്ട് അവസാനിപ്പിക്കണോ എന്ന് തീരുമാനിക്കുന്ന കാര്യം. ഇതാണ് ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ് പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഏതൊരു ബിഹേവിയറും പഠിച്ചെടുക്കുന്നത് അതിൻ്റെ കോൺസിക്വൻസസ് അനുസരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കീ ടേംസുകളിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ഡെഫിനേഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് വായിക്കുന്നില്ല, കാരണം വായിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചിലപ്പോൾ അത് ഡെഫിനേഷൻ ആ നിലയിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കീ ടേംസുകളിലേക്ക് പോകാം. കീ ടേംസ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് കണ്ടിജൻസി എന്ന് പറയുന്ന ഒരു ടേം പറയുന്നുണ്ട്. കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്മുടെ ബിഹേവിയർ ആൻഡ് അവർ കോൺസിക്വൻസസ്. ഇതിനെയാണ് നമ്മൾ കണ്ടിജൻസി എന്ന് പറയുന്നത്. ഇനി കണ്ടിജൻറ്റ് ഈവൻറ്റ് എന്ന് പറയുന്ന വേറൊരു ടെക്നിക്കൽ ടേം പറയുന്നുണ്ട്. കണ്ടിജൻറ്റ് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ് എന്താണോ അതിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് ഈവൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നും കൂടെ പറയാം, നമ്മുടെ ബിഹേവിയറിൻ്റെ റിസൾട്ട് എന്താണോ അതിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് ഈവൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു കുപ്പി ഗ്ലാസ് എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ബിഹേവിയറിൻ്റെ കണ്ടിജൻറ്റ് ഈവൻ്റ് എന്ന് പറയുന്നത് ആ വഴക്ക് കിട്ടുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബിഹേവിയർ തുടർന്ന് പോകണോ എന്ന് വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്നത് ഈ കണ്ടിജൻറ്റ് ഈവൻ്റാണ്. ഓക്കെ, ഈ ഒരു ടൈം ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് പറയുന്നത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു ടേം, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസ് എന്ന് പറയുന്ന ഒരു ടേം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ടേം ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് അതായത് ബിഹേവിയർ നടക്കുന്നത് ഒരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനിലെ ചില ഫാക്ടേഴ്സ് ആ ബിഹേവിയർ അല്ലെങ്കിൽ ഉണ്ടാവുന്നതിന് കാരണം അല്ലെങ്കിൽ കോൺസിക്വൻസ് ആവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നൽ നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സിഗ്നലുകളെയാണ് നമ്മൾ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, SD എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്നും തിരിച്ചും പറയുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലൈബ്രറിയിലിരുന്ന് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു കുട്ടി, ആ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാനായിട്ട് പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ റൂമിലോ ലൈബ്രറി പോയിരുന്ന് പഠിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഒരേ ബിഹേവിയർ തന്നെ, പക്ഷേ ആ ബിഹേവിയർ നടക്കണമെങ്കിൽ പർട്ടിക്കുലറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വേണം. അതാണ് ലൈബ്രറി എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു ലൈബ്രറിയിലെ ചില സാഹചര്യങ്ങൾ, ചില ഫാക്ടേഴ്സാണ് ഇവിടെ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ള ചില കീ ടേംസുകളാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവ് പണിഷ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റ്. ഇതൊക്കെ അപ്പം അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം.
ഓക്കെ, ഒന്നാമതായിട്ടുള്ളതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, റീഇൻഫോഴ്സ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ബിഹേവിയറിനെ കൂട്ടാനായിട്ടുള്ളതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ളതിനെ നമ്മൾ പണിഷ്മെൻ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ പുതിയ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിഹേവിയറിനെ കൂട്ടുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നോക്കാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് ഇൻ ദി പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ദി കണ്ടിജൻറ്റ് ഈവൻറ്റ്. ഓക്കെ, അതായത് ഞാൻ എക്സാമിന് പോയി നല്ല മാർക്ക് മേടിച്ചു. അത് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ വീട്ടുകാരുണ്ട് പറയും, ഓ കൊള്ളാം, നന്നായി, നീ അല്ലെങ്കിൽ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പുകഴ്ത്തുക അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് ചെയ്യുക എന്നൊക്കെ വിചാരിക്കുക. അപ്പം എൻ്റെ ആ ബിഹേവിയർ വീണ്ടും അടുത്ത എക്സാമിന് പോയിട്ട് മാർക്ക് കൂടുതൽ വാങ്ങാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പം ആ ഒരു കണ്ടിജൻറ്റ് ഈവൻ്റായിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസിൻ്റെ ആ സമീപനം, അതായത് ഞാൻ എക്സാമിന് മാർക്ക് കൂടുതൽ മേടിച്ചു എന്നുള്ള ബിഹേവിയർ ചെയ്തു. അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് വന്നത്? എൻ്റെ പേരൻസ് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു എന്നുള്ള. ഓക്കെ, ഇപ്പോൾ ഇവിടെ അപ്രിഷ്യേഷനാണ് ഇവിടുത്തെ കണ്ടിജൻറ്റ് ഈവൻ്റായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് പറ്റിയത്? ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് എനിക്ക് കിട്ടിയത്. അതുവഴി വീണ്ടും ഞാൻ ആ ഒരു ബിഹേവിയർ, മാർക്ക് കൂടുതൽ വാങ്ങുക എന്നുള്ള ബിഹേവിയർ വർദ്ധിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ ഡ്യൂ ടു ആൻഡ് ഡിക്രീസ് ഇൻ ദി കണ്ടിജൻറ്റ് ഈവൻറ്റ്. അതായത് കണ്ടിജൻറ്റ് ഈവൻറ്റ് ഡിക്രീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഒരു ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്താ പറയുന്നത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓക്കെ, ഒരു കുട്ടി എക്സാമിന് നല്ല ഹൈ മാർക്ക് മേടിച്ചു. വീട്ടിൽ ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം പറയുന്നു, നീ ഒരു കാര്യം ചെയ്യും, നീ എല്ലാ ദിവസവും ഇവിടെ വീട് അടിച്ചു വാരണമല്ലോ, നീ ഇത്രയും നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് നീ ഇന്ന് വീടൊന്നും അടിച്ചു വാരണ്ട എന്ന് പറയുന്നു. ഓക്കെ, അതായത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീടടിച്ച് വാരുക എന്നുള്ളത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷെ മാർക്ക് മേടിച്ചുകൊണ്ട് എന്ത് ചെയ്യും? പേരൻസ് പറയുന്നു, ഓക്കെ, നീ ആ ഒരു വീട് അടിച്ചു വാരണ്ട എന്നുള്ളത് പറയുന്നു. ഇവിടെ അടിച്ചു വാരണ്ട എന്നുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള സംഗതി, ആ ഒരു ബിഹേവിയർ, അല്ലെ ആ ഒരു കാര്യത്തെ, ആ ഒരു സിറ്റുവേഷനെ പേരൻസ് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതുവഴി എന്ത് ചെയ്തു? വീണ്ടും ഹൈ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീടടിച്ച് വാരേണ്ടതില്ല എന്നുള്ള ഒരു ഇത് വരികയും ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡിക്രീസിങ് കണ്ടിജൻറ്റ് ഈവൻ്റ് എന്ന് പറഞ്ഞത്. ഡിക്രീസിങ് കണ്ടിജൻറ്റ് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടിജൻറ്റ് ഈവൻ്റ് എന്താണ്? ആ വീടടിച്ച് വാരുക എന്നുള്ള സാധനമാണ് കണ്ടിജൻറ്റ് ഈവൻ്റ്. അതിനെ നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അതുവഴി എന്ത് ചെയ്തു? ഡിക്രീസിങ് കണ്ടിജൻറ്റ് ഈവൻ്റ് വഴി എന്ത് ചെയ്തു? ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്താണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് പണിഷ്മെൻറ്റ്, നമുക്കറിയാം, പണിഷ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഒരു ബിഹേവിയറിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഡിക്രീസിങ് ഇൻ ദി പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ദി കണ്ടിജൻറ്റ് ഈവൻറ്റ്. അതായത് കണ്ടിജൻറ്റ് ഈവൻറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഒരു ബിഹേവിയറിൻ്റെ നമ്മൾ ഡിക്രീസ് ചെയ്യുന്നതിനാണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം തന്നെ, ഒരു ഗ്ലാസ് എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചു, അശ്രദ്ധ കൊണ്ട് പൊട്ടിയതാണ്. വീട്ടുകാരെന്നെ വഴക്ക് പറയുന്നു. ഇവിടെ കണ്ടിജൻറ്റ് ഈവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വഴക്കാണ് കണ്ടിജൻറ്റ് ഈവൻ്റ്. ഓക്കെ, അതൊരു നെഗറ്റീവ് സാധനമാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ല വഴക്ക് കേൾക്കുക എന്നുള്ളത്. ആ വഴക്ക് കേൾക്കുന്ന വഴി ഞാൻ വീണ്ടും അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യത്തില്ല. ഓക്കെ, അപ്പം അതുവഴി എന്ത് ചെയ്യുന്നു? എൻ്റെ അശ്രദ്ധമായി ചെയ്യുന്ന ബിഹേവിയറിനെ കുറയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. അതായത് കണ്ടിജൻറ്റ് ഈവൻ്റ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി, അതായത് വഴക്ക് പറയുന്നത് വഴി എന്ത് ചെയ്തു?
എൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ബിഹേവിയറിനെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അടുത്താണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഇൻക്രീസിങ് ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ. അതായത് ഓർക്കുക, ഇൻക്രീസ് ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ, ഒന്നുകൂടെ പറയാം, അതല്ല, നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ ഡ്യൂ ടു എ ഡിക്രീസ് ഇൻ ദി കണ്ടിജൻറ്റ് ഈവൻറ്റ്. അതായത് കണ്ടിജൻറ്റ് ഈവൻറ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ഒരു ബിഹേവിയറിനെ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. അതായത് ഞാൻ എല്ലാ ദിവസവും ക്ലാസ് വിട്ട് വന്നിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി പോകും. കളിക്കാൻ വേണ്ടി പോയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ബാഗ് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കളിക്കാൻ വേണ്ടി പോയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് പഠിക്കാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമിന് തോറ്റുപോയി എന്ന് വിചാരിക്കാം. അല്ല, ഞാൻ വീട്ടിൽ അമ്മയായിട്ട് ടീച്ചർ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇന്ന് കളിക്കാൻ വേണ്ടി പോകണ്ട എന്ന് പറഞ്ഞു. കാരണം ഇവിടെ സംഭവിച്ചത് എന്താണ്? അതായത് എനിക്കൊരു പണിഷ്മെൻ്റാണ് കിട്ടിയത്. എൻ്റെ ഒരു ബിഹേവിയറിനെ കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അമ്മയായിട്ട് വഴക്കുണ്ടാക്കുക എന്നുള്ള ബിഹേവിയറിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു കണ്ടിജൻറ്റ് ഈവൻറ്റിനെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടിജൻറ്റ് ഈവൻറ്റിനെ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കളിക്കാൻ പോവുക എന്നുള്ള ആ പോസിറ്റീവായിട്ടുള്ള കണ്ടിജൻറ്റ് ഈവൻറ്റ് അതിനെ കുറച്ചു. അപ്പം എനിക്ക് ഇനി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കളിക്കാനായിട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളതായി. ഓക്കെ, അതുവഴി എന്ത് ചെയ്യും? എൻ്റെ ആ ഒരു അമ്മയായിട്ട് വഴക്കുണ്ടാക്കുക എന്നുള്ള ബിഹേവിയറിനെ കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഓർക്കുക, കണ്ടിജൻറ്റ് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അത് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. പക്ഷേ അത് ഒരു കോൺസിക്വൻസ് ആണ്, നമ്മുടെ ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ് മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ പ്രൊസീജിയർ നോക്കാം. അപ്പോൾ ഓപ്പറൻ്റ് കണ്ടീഷനിങ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 പ്രൊസീജിയറിലൂടെയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിമുലസിനെ കൺട്രോൾ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മുടെ കോൺസിക്വൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടും ബിഹേവിയർ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. ഒന്നും കൂടെ പറയാം. നമ്മുടെ ബിഹേവിയർ ഉണ്ടാകുന്ന സിറ്റുവേഷൻ, അതായത് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലി എന്ന് പറയുന്നത്, ആ ഒരു സിറ്റുവേഷനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ബിഹേവിയറിനെ മാറ്റുന്ന ടെക്നിക്കുകളുണ്ട്. രണ്ടാമത്തെ തരം ടെക്നിക്കുകളാണ് നമ്മുടെ ബിഹേവിയറിൻ്റെ കോൺസിക്വൻസിനകത്ത് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ബിഹേവിയർ മാറ്റുന്ന ടെക്നിക്കുകൾ. അപ്പോൾ ഇങ്ങനത്തെ 2 രീതിയിലുള്ള ടെക്നിക്കുകളുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റിമുലസ് കൺട്രോൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതിനകത്ത് 3 അപ്രോച്ചുകളാണ് ഉള്ളത്. ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, അതായത് വൺ അപ്രോച്ച് ഈസ് ടു റിമൂവ് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലി ദാറ്റ് ക്യൂ അൺഡിസൈറബിൾ ബിഹേവിയർ. അതായത് ഇവിടെ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലിനെ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു ബിഹേവിയറിനെ കുറച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കുറച്ചുകൊണ്ട് വരുന്നതിനെയാണ് നമ്മൾ ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർക്കുക, നമ്മൾ മുമ്പ് പറഞ്ഞാലും ഓപ്പറൻ്റ് കണ്ടീഷനിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ആ ബിഹേവിയർ നടക്കുന്നതിന് ആ സിറ്റുവേഷനിലെ ചില ഫാക്ടേഴ്സ് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിന് സിഗ്നൽ നൽകുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ആ ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസിനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കുറച്ചു, അല്ലെങ്കിൽ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് സിഗരറ്റ് വലിക്കുന്ന ടെൻഡൻസി ഉണ്ടാകുന്നു. ആ സിഗരറ്റ് പാക്കറ്റുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആശ്രയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളങ്ങ് റിമൂവ് ചെയ്തു. അപ്പോൾ അതുവഴി എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു സിഗരറ്റ് വലിക്കുക എന്നുള്ള ബിഹേവിയറിനെ കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റിമുലസ് കൺട്രോൾ അപ്രോച്ച് കോൾഡ് നാരോയിങ് ഇൻവോൾവ് റെസ്ട്രിക്റ്റിംഗ് ബിഹേവിയർ ടു എ ലിമിറ്റഡ് സെറ്റ് ഓഫ് സ്റ്റിമുലി. അതായത് നമ്മുടെ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ബിഹേവിയറിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ബിഹേവിയർ ഉണ്ടാക്കുന്ന സ്റ്റിമുലസിനെ
അതിൻ്റെ ഒരുപാട് സ്ഥലത്തുണ്ടെങ്കിൽ അതിനെ കുറച്ച് വന്നു. ഇപ്പോൾ ഒരുപാട് എപ്പോഴും കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ നമ്മൾ പറയുന്നു നിങ്ങൾ എപ്പോഴും കഴിക്കാൻ പാടില്ല, നിങ്ങൾ വീട്ടിൽ ഇന്ന സമയത്ത് വരിക, അപ്പം കഴിക്കുക, വീട്ടിൽ വരുന്ന ഈ സമയത്ത് കഴിക്കുക എന്ന് നമ്മൾ ആ ഒരു ബിഹേവിയർ നമ്മൾ കുറച്ച് വന്നു, ഒരു ചില പർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രമാക്കി കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ രണ്ടാമത്തെ അപ്രോച്ചായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് സ്റ്റിമുലി ദാറ്റ് ടെൻഡ് ടു ഇൻഹിബിറ്റ് അൺഡിസൈറബിൾ ബിഹേവിയർ ഓർ ക്യൂ ബിഹേവിയർ ഇൻകോമ്പിറ്റബിൾ വിത്ത് ദ അൺഡിസൈറബിൾ ബിഹേവിയർ. അതായത് നമ്മൾ പുതിയൊരു സ്റ്റിമുലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടാത്ത ഒരു ബിഹേവിയറിനെ ഇല്ലാതാക്കുന്നു അല്ലെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. മൂന്നാമത്തെ അപ്രോച്ചിനകത്ത് നമ്മൾ പുതിയൊരു സ്റ്റിമുലിനെ കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവരുന്ന സ്റ്റിമുലി എന്ന് പറയുന്നത് നമ്മുടെ ആ അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചൊരു സ്റ്റിമുലി ആയിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരാൾക്ക് ഫുഡിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ ഫുഡിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? വീടിൻ്റെ ഭിത്തിയിൽ അതുപോലെ ഫ്രിഡ്ജിൽ അങ്ങനെ ഉള്ളിടത്തെല്ലാം തന്നെ ഈ വർക്കൗട്ടും അതുമായിട്ട് ബോഡി ബിൽഡിങ് അങ്ങനെയുള്ള കുറേ സാധനം ഫോട്ടോസൊക്കെ വെക്കുക. അങ്ങനെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്റ്റിമുലസിനെയാണ് നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവഴി അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ ആ ഒരു പിക്ചർ കാണുമ്പോൾ അയാൾക്കൊരു മോട്ടിവേഷൻ തോന്നുകയും അതുവഴി അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുക എന്നുള്ള ബിഹേവിയറിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിമുലസ് കൺട്രോളിലൂടെ ഒരു ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ടെക്നിക്കുകൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺസിക്വൻസിനകത്ത്, അതായത് കണ്ടിജൻറ്റ് ഈവൻറ്റിനകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ബിഹേവിയർ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമതായിട്ട് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ പറയുന്നത് അതായത് എല്ലാവർക്കും എല്ലാ കാര്യവും ഒരേപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് ആവണമെന്നില്ല. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്കറിയാം, അടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് ഒരു പണിഷ്മെൻ്റാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ അടി കിട്ടുക അല്ലെ വഴക്ക് പറയുക എന്നുള്ളത് തന്നെ ചില സിറ്റുവേഷനിൽ ചില ആളുകൾക്ക് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് തോന്നും. അതായത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തു, അപ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞെന്ന് വിചാരിക്കുക. ആ വഴക്ക് പറയുന്ന കൂട്ടത്തിൽ തന്നെ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ ഉണ്ട് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, ആ കുട്ടിക്ക് വേറെ ആരും പരിഗണിക്കാതിരിക്കുകയാണെന്ന് വിചാരിച്ചോ. പക്ഷേ ആ കുട്ടി ആ ടീച്ചർ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ആ ടീച്ചർ തന്നെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞിട്ട് ഇവന് യാതൊരു കുലുക്കും ഇല്ലല്ലോ എന്നുള്ളത് വരുമ്പോഴത്തേക്ക് ആ കൂട്ടുകാരവനെ വലിയ ആളായിട്ട് കാണുന്നു. അപ്പം ഒരേ സിറ്റുവേഷൻ തന്നെ, അതായത് ഈ വഴക്ക് പറയുക എന്നുള്ള സിറ്റുവേഷൻ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പണിഷ്മെൻ്റായിട്ടും തോന്നുന്നു. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ പറയാം. ഇപ്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡ് ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ആ ചൈൽഡിന് പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു റൂമിൽ കൊണ്ടുവന്ന് നീ ഇരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സന്തോഷമുള്ളൂ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത്. കാരണം ഓട്ടിസ്റ്റിക് ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതാണ് അയാളുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പം ഇതാണ്, അതായത് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നതും പണിഷ്മെൻ്റ് എന്ന് പറയുന്നതും ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി വേണം നമ്മൾ ആ കുട്ടിയുടെ റീഇൻഫോഴ്സ്മെൻ്റ് എന്താണ്, പണിഷ്മെൻ്റ് എന്താണ് എന്നുള്ളതൊക്കെ നിർണ്ണയിക്കാനായിട്ട് പറ്റുക. ഇതേ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡിന് ഇത്രയും നേരം അവൻ നല്ലൊരു ബിഹേവിയർ കാണിച്ചില്ലേ, എന്നാൽ പിന്നെ കുറച്ച് റീഇൻഫോഴ്സ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു ക്രൗഡിനകത്ത് കൊണ്ടിടുക, അവൻ്റെ കൂട്ടുകാർ എടുത്ത് കളിക്കാൻ വേണ്ടി വിടുക എന്ന് വിചാരിച്ചു. അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പണിഷ്മെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ആ റീഇൻഫോഴ്സ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ഓരോ വ്യക്തിയുടെ മാനസികാവസ്ഥയും അല്ലെങ്കിൽ കൊഗ്നിഷനൊക്കെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ സ്റ്റിമുലസും അതിൻ്റെ റെസ്പോൺസും മാത്രമല്ല ഇവിടെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ച് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് മാറുന്നു എന്നുള്ള പറയുന്നത്. അവിടെ കൊഗ്നിറ്റീവ് ആസ്പെക്ട്സിനാണ് കുറച്ചും കൂടെ പ്രാധാന്യം നൽകുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് ബിഹേവിയറിസത്തിൻ്റെ സെക്കൻഡ് വേവിനകത്ത് വരുന്ന കാര്യങ്ങളാണ്.
ജൂലിയൻ റോട്ടറൊക്കെയാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വേവിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റിമുലസും റെസ്പോൺസും ആയിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അവിടെ മനുഷ്യൻ്റെ കൊഗ്നിഷനെ സംബന്ധിച്ചൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ സെക്കൻഡ് വേവ് വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. കുറച്ചും കൂടി കൊഗ്നിഷനകത്ത് പ്രാധാന്യം വരുന്നുണ്ട്. ആൽബർട്ട് ബന്ദൂരയും റോട്ടറും ഒക്കെ വരുന്നത് ഈ സെക്കൻഡ് വേവിനകത്ത്. അവരൊക്കെ കൊഗ്നിഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ ആളുകളാണ്. ഓക്കെ, നമുക്കതിൽ തിരിച്ചു വരാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജീസ് ഫോർ ഇനിഷ്യേറ്റിംഗ് ബിഹേവിയർ. അതായത് നമ്മുടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ കുറേയധികം സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടെക്നിക്സുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടെക്നിക്കുകൾ എങ്ങനെയാണ് ബിഹേവിയർ ചേഞ്ചസിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അതേതൊക്കെയാണ് ആ ഒരു സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്നൊക്കെയാണ് നോക്കുന്നത്. ഒന്നാമത്തെ ടെക്നിക്കാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ സക്സസീവ് അപ്രോക്സിമേഷനാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടി ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക്കലി റീഇൻഫോഴ്സിങ് സക്സസീവ് അപ്രോക്സിമേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രാജുവലി അപ്രോക്സിമേറ്റ് ദി ഡിസൈർഡ് ബിഹേവിയർ എന്ന് പറയാം. അതായത് ഷേപ്പിങ്ങിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ വേണം. ആ ബിഹേവിയറിനോട് അടുത്തടുത്ത് വരുന്ന ബിഹേവിയേഴ്സിന് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് സോഷ്യൽ സ്കില്ല് പഠിപ്പിക്കണം എന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് സോഷ്യൽ സ്കില്ല് പഠിക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുഖത്ത് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ കുട്ടി ഇരിക്കുന്നു, നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അതിനുശേഷം കുട്ടി കുറച്ച് കഴിയുമ്പോൾ 5 മിനിറ്റ് മുഖത്ത് നോക്കുകയാണ്, വീണ്ടും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. 10 മിനിറ്റ്, അത് കഴിഞ്ഞ് 10 മിനിറ്റാണ് നോക്കുന്നത്, വീണ്ടും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. പിന്നീട് ആ കുട്ടി ഒരു 5 മിനിറ്റാണ് വീണ്ടും നോക്കുന്നെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കത്തില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഖത്ത് നോക്കി കുട്ടി സംസാരിക്കണം എന്നുള്ളതാണ്. ആ ബിഹേവിയറിനോട് അടുത്തടുത്ത് വരുന്ന ബിഹേവിയേഴ്സിനാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഷേപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത ടെക്നിക്കാണ് മോഡലിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളുടെ ബിഹേവിയർ കാണിച്ചു കൊടുത്തിട്ട് അത് അനുകരിക്കാൻ വേണ്ടി പറയുന്നതിനാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗ് ഒക്കെ അതൊക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള മോഡലിംഗ് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടിക്ക് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത് ആ ഒരു ബിഹേവിയർ വളർത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്നത്. അടുത്താണ് ഫേഡിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഫേഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതായത് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു, അതായത് ഒരു ബിഹേവിയർ നടക്കുന്നത് ഒരു സിറ്റുവേഷനിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷനിൽ ചില ഫാക്ടേഴ്സ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു സാധനമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കുട്ടീനെ ഒരു ബിഹേവിയർ നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്ങിലിരുന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ക്ലിനിക്കൽ സെറ്റിങ്ങിലിരുന്ന് പഠിപ്പിച്ചു കൊടുത്ത ബിഹേവിയർ വീട്ടിൽ ചെന്നാലും കാണിക്കണ്ടേ? കാരണം വീട്ടിൽ ചെന്ന് കാണിക്കണമെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണത് ആ ഒരു ബിഹേവിയർ നടപ്പിലാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് കുട്ടി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും, ആ ഒരു ക്ലിനിക്കിലിരുന്ന് പഠിച്ച ആ ബിഹേവിയറിനെ പയ്യെ വീട്ടിലിരുന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കും. അതിനെയാണ് നമ്മൾ ഫേഡിങ് എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ ബിഹേവിയർ ദാറ്റ് ഒക്യൂർ ഇൻ വൺ സിറ്റുവേഷൻ, അതായത് ക്ലിനിക്കൽ സിറ്റുവേഷൻ, ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ഒക്യൂർ ഇൻ എ സെക്കൻഡ് സിറ്റുവേഷൻ, അതാണ് നമ്മുടെ വീട്ടിൽ പോകണം. ബൈ ഗ്രാജുവലി ചേഞ്ചിങ് ദി ഫസ്റ്റ് സിറ്റുവേഷൻ ഇൻ ടു ദി സെക്കൻഡ്, അതായത് പയ്യെ നമ്മൾ ആ ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ നിന്ന് മാറ്റി പയ്യെ വീടിൻ്റെ സിറ്റുവേഷനിലേക്ക് നമ്മൾ പയ്യെ ആക്കി തീർക്കുകയാണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഫേഡിങ് എന്ന് പറയുന്നത്. പിന്നെ പണിഷ്മെൻ്റ് അറിയാം. നമുക്കൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടെക്നിക്കാണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗൈഡൻസ് ഉണ്ട്. ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ ഒരാൾ നിന്നുകൊണ്ട് നമ്മുടെ ബിഹേവിയറിന് വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിനാണ് നമ്മൾ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനിലൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ മെത്തേഡ്സ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. അപ്പോൾ നമ്മൾ വൈവയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ വൈവയ്ക്കൊക്കെ ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്താണ്, ആരാണിത് കണ്ടുപിടിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ജോസഫ് വോൾഫ് എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു ടെക്നിക്കകത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ കൂടെ നിന്നൊരാൾ പറഞ്ഞു തരും. ഓക്കെ, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യൂ, റിലാക്സ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗൈഡൻസ് എന്ന് പറയുന്നത്.
ഇതോടൊപ്പം തന്നെ ഇതിനകത്ത് മറ്റ് പല ടെക്നിക്കുകളും കൂടെ വരുന്നുണ്ട്. കണ്ടിജൻസി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾക്ക് നോക്കാനുണ്ട്. അത് നമ്മളിപ്പോൾ നോക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഏരിയ ആണ്. നമുക്ക് അത് പിന്നീട് നോക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ അല്ല കണ്ടിജൻസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം പല സെറ്റിങ്ങിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നിക്കും കൂടിയാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന വേരിയബിൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതായത് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പല രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു കേസുണ്ട് ഷേപ്പിങ്ങിനകത്ത്. അതായത് നമ്മുടെ ഒരു ബിഹേവിയർ വരുമ്പോൾ ഡിസൈവറുകളുടെ ബിഹേവിയർ വരുമ്പം ആ ബിഹേവിയറിനകത്ത് ഫസ്റ്റ് കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കത്തില്ല സെക്കൻഡ് കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്. ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഹേവിയറിനോട് അടുത്തടുത്ത് വരുന്ന ബിഹേവിയേഴ്സ് എപ്പോഴാണോ കാണിക്കുന്നത് അപ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ എമൗണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അളവ് എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിലേ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ വരുന്നു എന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ നമ്മൾ ഇത് കൊടുക്കുന്നതാണോ കുറച്ചും കൂടി ഡിലേ ചെയ്ത് കൊടുക്കുന്നതാണോ നല്ലതെന്നുള്ള. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഡിലേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ചിലപ്പം ഓൺ ദി സ്പോട്ട് തന്നെ ഒരു ഇതായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണം വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടൊരു ഇടവേളകളിൽ നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു കൃത്യമായിട്ടൊരു ഇടവേളകളിൽ നമ്മൾ ഇത്ര എമൗണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നോക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയ്ക്കകത്ത് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.